ഇനിയും ഹോർമിസ് പൂർണ്ണതോതിൽ തുടർന്നില്ലെങ്കിൽ താൻ അടിച്ച് തകർത്ത് പപ്പട പടപടമാക്കും എന്ന് സാക്ഷാൽ നമ്മുടെ ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഒരുപാട് തവണ അടിച്ചത് തകർത്ത് തീർത്ത ഇറാനെ വീണ്ടും 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 അടിക്കും. നമ്മൾ സാധാരണ ഈ ജാഥയിൽ മുദ്രാവാക്യം വിളിക്കുമ്പോൾ ഉറക്കെ 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 വീണ്ടും ഉറക്കെ 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 എന്ന് പറയുന്നത് പോലെ ഉറക്കെ ഉറക്കെ ട്രംപ് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അടിക്കും, പൊളിക്കും, തകർക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഇറാൻ യഥാർത്ഥത്തിൽ അടിക്കാനും പൊളിക്കാനും തുടങ്ങിയിട്ടില്ല. അമേരിക്കയും ഈ പറച്ചിലിനപ്പുറം ഒന്നും ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. തുടങ്ങാത്തതിൻ്റെ കാരണം ഇറാൻ വളരെ സ്ട്രാറ്റജിക്കായി ഓരോ മേഖലകളും ഇങ്ങനെ തൊട്ട് 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 കാണിച്ചാണ് പോകുന്നത്. ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും, നിങ്ങൾക്കെപ്പോൾ ഭ്രാന്തിളകുന്നോ ഞങ്ങൾക്ക് മതമിളകും, ഞങ്ങൾ മതമിളകിയാൽ നിങ്ങളുടെ ഭ്രാന്തിനേക്കാൾ വലിയ മതമിളക്കമായിരിക്കും ഉണ്ടാക്കുക. നേരിട്ട് ഞങ്ങൾ ആക്രമിക്കാൻ പോകുന്നത് അമേരിക്കയെ അല്ലെങ്കിൽ കാര്യമായി അങ്ങനെയോ അല്ല. ഞങ്ങൾ ആക്രമിക്കാൻ പോകുന്നത് ലോകത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയാണ്. ഞങ്ങൾ ആക്രമിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് തണലാകുന്ന മിഡിൽ ഈസ്റ്റിൻ്റെ ജീവനാഡികളെയാണ്. അത്തരത്തിലൊരു വ്യത്യസ്തമായ യുദ്ധതന്ത്രമാണ് ഇപ്പോൾ ഇറാൻ ഈ പുറത്തെടുത്ത് അമേരിക്കയെ കാണിച്ചിരിക്കുന്നത്. അമേരിക്കയോട് പറയുന്ന സന്ദേശം വളരെ കൃത്യമാണ്. അമേരിക്കയോട് പറയുന്ന സന്ദേശം, ഞങ്ങളെ ആക്രമിച്ചാൽ, ഞങ്ങളെ തൊട്ടാൽ ദേ ഇന്ന പോർട്ടുകൾ ഞങ്ങളുടെ കയ്യിലാണ്, ഇന്ന കടലിടുക്കുകൾ ഞങ്ങളുടെ കയ്യിലാണ്, ദേ സൗദി അറേബ്യയുടെ എനർജി സംവിധാനം ഞങ്ങളുടെ ഒരു സ്പർശനത്തിന് തുമ്പിലാണ്, കുവൈറ്റിൻ്റെ സംവിധാനമുണ്ട്, ബഹ്റൈൻ്റെ സംവിധാനമുണ്ട്, ഒമാനുണ്ട്, അതടക്കം നിങ്ങളുടെ ഏറ്റവും വലിയ സാമ്പത്തിക സോഴ്സുകൾ മുഴുവൻ കൈവെക്കാൻ കഴിയുന്ന പാകത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങളെ അടിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും. ആ തിരിച്ചടിയുടെ ആഘാതം കേവലമായ ഇൻഫ്രാസ്ട്രക്ചർ ഡാമേജ് മാത്രമല്ല, അത് ആഗോള സമ്പദ് വ്യവസ്ഥയെ ആകെ ബാധിക്കും. എണ്ണയെ ബാധിക്കും, ചരക്ക് നീക്കത്തെ ബാധിക്കും. ലോകം കണ്ടിട്ടില്ലാത്ത വലിയ പ്രതിസന്ധിയിലേക്ക് നിങ്ങളുടെ ആക്രമണം ഈ ലോകത്തെ കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകുന്നതിന് ഞങ്ങളൊരു കാരണമാകണമോ വേണ്ടയോ എന്നതാണ് അവർ ചോദിക്കുന്ന ചോദ്യം. ആ ചോദ്യത്തിനാണ് യഥാർത്ഥത്തിൽ ഉത്തരം വേണ്ടത്. ആ ഉത്തരത്തിന് മുന്നിലാണ് അമേരിക്ക സത്യത്തിൽ കുഴങ്ങി നിൽക്കുന്നത്. അതുകൊണ്ട് ട്രംപ് എത്രമേൽ അടിക്കും എന്ന് പറഞ്ഞാലും ഇങ്ങനെ കൈ കൂട്ടി അടിക്കാനും നെഞ്ചത്തിട്ടടിക്കാനും തലയിലിട്ടടിക്കാനും വേണമെങ്കിൽ ടേബിളിൻ്റെ പുറത്തിട്ടടിക്കാനും കസേരയിലിട്ടടിക്കാനും ഒക്കെ പറ്റുള്ളൂ. കാരണം ഈ അടിക്കെല്ലാം ഉണ്ടാകുന്ന തിരിച്ചടി വളരെ ഫാറ്റലായിരിക്കും. അങ്ങനെ ഒരു യുദ്ധതന്ത്രമാണ് ഇറാൻ ഇപ്പോൾ പ്രയോഗിച്ചിരിക്കുന്നത്. അല്ലാതെ ഇറാന് നേർക്ക് നേരെ പ്രതിരോധിക്കാനോ ആക്രമിക്കാനോ അമേരിക്കയോടൊപ്പം നിൽക്കാനുള്ള ആയുധമില്ല. പക്ഷേ ലോകം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇറാൻ്റെ ഒരു സർജറി ടേബിളിൽ കിടക്കുകയാണ് മിഡിൽ ഈസ്റ്റ്. വളരെ ശാന്തമായി ഇങ്ങനെ മലർന്നു കിടക്കുന്ന ഒരു സർജറി ടേബിളിന് മുന്നിലാണ് ഇറാൻ നിൽക്കുന്നത്. കൃത്യമായി വലിയ ആയാസമില്ലാതെ തന്നെ ഇതെല്ലാം ആക്രമിക്കാൻ കഴിയും. ആക്രമിച്ചാൽ ഉണ്ടാകുന്ന പ്രതിസന്ധി ലോകത്തെല്ലായിടവും എന്ന പോലെ അമേരിക്കയ്ക്കും ഉണ്ടാവും. ആ പ്രതിസന്ധിയുടെ പ്രത്യാഘാതം ട്രംപ് സഹിക്കേണ്ടി വരും. ഉത്തരവാദി ട്രംപായിരിക്കും. ഇവിടെയാണ് ഉത്തരമില്ലാതെ ട്രംപ് കുഴയുന്നത്.